തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രതിസന്ധി അതിന് പരിഹാരമാവുകയാണ്. എന്തായാലും 6:30യോടെയും 7 മണിയോടും കൂടി ഇരു വിഭാഗങ്ങളും പാറമേക്കാവും തിരുവമ്പാടിയും നടത്തുന്ന വെടിക്കെട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകാൻ ജേസൺ ചാമവളപ്പിലും ഒപ്പം ദീപക് മലയമ്മയുമുണ്ട്. ജേസണിലേക്ക് പോവുകയാണ്. ജേസൺ, അങ്ങനെ തീരുമാനം വന്നിരിക്കുന്നു, ക്രമീകരണങ്ങൾ നടത്തുന്നു. പോലീസ് നേരത്തെ കണ്ടതാണ്, പോലീസ് അവിടെ നീക്കം ആളുകളെയൊക്കെ മാറ്റുന്ന അടക്കം കണ്ടതാണ്. നേരത്തെ ജേസൺ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് ആ ഒരു നിയന്ത്രണം കടുപ്പിച്ച ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്തോറും അതിനനുസരിച്ച് ഇപ്പോൾ അത് ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഒരു ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? തീർച്ചയായും നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ച് നടത്തിയ നടപടികളെല്ലാം പാളി. ഇപ്പോൾ നിയന്ത്രണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതായി. ആളുകളെ ഇനി നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. എങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചു വരികയാണ്. പക്ഷേ ഒരു പരിധി വിട്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ പോയാൽ അവർ പ്രതികരിക്കുമോ എന്ന ഒരു ആശങ്ക പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ വലിയ രീതിയിലുള്ള ബലപ്പെടുത്തമൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്നില്ല. സ്വരാജ് റൗണ്ടിൽ തന്നെ ആളുകൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ആ കമ്പിയുടെ അടുത്ത്, അതായത് ഗ്രൗണ്ടിനോട് ചേർന്ന കമ്പിയുടെ അടുത്ത് നെറ്റ് കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകളെ പതുക്കെ മാറ്റി. എന്നാൽ സ്വരാജ് റൗണ്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. നേരത്തെ ശരിയായ രീതിയിലായിരുന്നു നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ ഇത്തവണയും നടക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതെല്ലാം കാറ്റിൽ പറത്തുന്ന സ്ഥിതിയാണ് പിന്നീട് കണ്ടത്. ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്ന പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കുന്നതാണ് നാം ഇപ്പോൾ ആളുകളെ കാണുന്നു. അതിനപ്പുറത്ത് വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അത്ര വേഗത്തിൽ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് തിടുക്കപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമയമെടുത്ത് വിശദമായ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വെടിക്കെട്ട് തുടങ്ങൂ. അതുകൊണ്ട് തന്നെ 6:30 എന്നതിപ്പോൾ 6:30 ആയിരിക്കുന്നു. ഈ പാറമേക്കാവിന് തുടങ്ങുമ്പോൾ 7-ഉം അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ 7:45 ആയാലും അത്ഭുതപ്പെടാനില്ല. ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കരിമരുന്ന് വെച്ചുള്ള കളിയാണ്. ഇപ്പോൾ മരുന്ന് ഇടുകയാണ്. അമിട്ടുകളും അതുപോലെ തന്നെ കുഴിമിന്നലുകളൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള കരിമരുന്നുകൾ വിടുന്ന പരിപാടി മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അത് പൂർത്തിയായ ശേഷമാണ് മറ്റു കാര്യങ്ങൾ കിടക്കുക. അതിനർത്ഥം അല്പം വൈകും എന്ന് തന്നെയാണ്. അത് സ്വാഭാവികമായ വൈകൽ മാത്രമാണ്. അതിനകത്ത് ഒരു അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ഇത് നേരത്തെ തൊഴിൽ ചെയ്ത് തുടങ്ങേണ്ടതായിരുന്നു. അത്തരത്തിൽ ചെയ്ത് തുടങ്ങാൻ പോലീസ് സമ്മതിച്ചില്ല എന്നാണ് തിരുവമ്പാടി ദേവസ്വം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പരാതി. തിരുവമ്പാടി ദേവസ്വത്തോട് 2 മണിക്ക് ശേഷം മാത്രമേ കരിമരുന്ന് പ്രയോഗത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പാടൂ എന്ന നിർദ്ദേശം വെച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾ, അനാവശ്യമായ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്ന പരാതി തിരുവമ്പാടി ദേവസ്വത്തിനുണ്ടായി. അതാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മണിക്കൂറുകൾക്ക് മുമ്പേ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മുതൽ ഈ കസേരയിൽ വന്നിരിക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവർ ഉറങ്ങി ഒരു ദിവസത്തെ ഉറക്കം കസേരയിലായി എന്ന് പറയേണ്ടി വരും. അത്രയേറെ ദീർഘമായ ഒരു ഇരിപ്പ്, അത്രയേറെ ക്ഷീണിതമായ ഒരു സ്ഥിതി. പക്ഷേ ഇത്രയും മണിക്കൂറിൽ കാത്തിരുന്നിട്ട് ഇനി പൂരം വെടിക്കെട്ട് കാണാതെ പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അവർ ഈ വെടിക്കെട്ട് അർദ്ധരാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കണ്ടു മടങ്ങും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാനും ഒന്നിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആളുകളെ കൂടുതൽ ആസ്വാദികരമാക്കാനും ചെയ്യേണ്ട നിയന്ത്രണങ്ങളാണ്. അതിനുമപ്പുറത്ത് ഞാനൊക്കെ ഈ രാത്രിയൊക്കെ നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ട ഏറ്റവും ദയനീയമായ പൂരം കാണാൻ എത്തുന്നവർ ഏതോ ഒരു കുറ്റം ചെയ്തവരെ പോലെ ബാരിക്കേഡുകൾക്ക് പുറകിൽ വലിയ കമ്പിവേലികൾ കെട്ടി ആളുകൾക്ക് ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ ഒരു ഏറ്റവും മോശപ്പെട്ട വ്യക്തികൾ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു എന്നത് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ നമ്മളേറെ വേദനിപ്പിക്കും. പൂരം കാണാനെത്തുന്ന ജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു തൃശ്ശൂർ നഗരി, അതിനുമപ്പുറത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വലിയ ബാരിക്കേഡുകൾ, കമ്പിവേലികൾ കെട്ടി ഒന്നും കാണാൻ കഴിയാതെ അതിനും അപ്പുറത്ത് നിങ്ങൾ ഏതോ ഏതോ ജയിലിൽ തടവിൽ കഴിയുന്ന ആളുകളുടെ സ്ഥിതിയാണ്. പല സ്ഥലങ്ങളിലും ഇടവഴികളിലും വലിയ ബാരിക്കേഡുകൾ കെട്ടി വലിയ ബാരിക്കേഡുകൾ കെട്ടി ദൃശ്യങ്ങൾ പോലും മറയ്ക്കുന്ന രീതിയിലേക്ക് പോലീസ് സുരക്ഷ എന്ന പേരിൽ അതീവ സുരക്ഷ എന്ന പേരിൽ നടത്തിയ ഒരു ശരിയില്ലായ്മ, ഇതെല്ലാം വലിയ രീതിയിലുള്ള ആളുകൾക്കുള്ളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പിന്നീട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അതിൽ ഈ പൂർവ്വമായി
നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച ഒരുപാട് വേദന അവർക്കുണ്ട്. ഒരുപാട് ഇവരെ പോലീസ് പ്രകോപിപ്പിച്ചിട്ടെന്ന് അവർ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അവസാനം എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറിയായി മാറി. അത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഭംഗിയെ, അതിൻ്റെ ആസ്വാദ്യതയെ, അതിന് കാണാനെത്തിയ ആയിരക്കണക്കിന് ആളുകളെ വലയ്ക്കുന്ന, അവരെ എല്ലാവരെയും നിരാശയിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി.